ഇറാനെ ഇനി നേരിട്ട് ആക്രമിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു വഴികൾ തേടുകയാണ്. അതിലൊന്ന് ഇറാന്റെ അധീനതയിലുള്ള ഖർഗ് ദ്വീപ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ നേരിട്ടുള്ള യുദ്ധമാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഇറാന്റെ എണ്ണ സമ്പത്തിന്റെ 90% ഈ ദ്വീപിലാണുള്ളത്. ഇത് പിടിച്ചെടുത്ത് ഇറാനെ ദുർബലമാക്കാമെന്ന ചിന്തയിലാണ് അമേരിക്ക സൈനിക നീക്കങ്ങൾ നടത്തുന്നത്. ഇറാന്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ചെറിയ ദ്വീപ് വഴിയാണ്. ഇത് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. ഈ ദ്വീപിനെ തളർത്തിയാൽ ഇറാന്റെ വരുമാനം നിലയ്ക്കുമെന്നും അതോടെ അവരുടെ സൈനിക നീക്കങ്ങളും പ്രതിസന്ധിയിലാകുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു വശത്തുകൂടി യുദ്ധം പുരോഗമിക്കുമ്പോഴും ഇറാന്റെ എണ്ണ വ്യാപാരം പൂർവാധികം ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. ഇതുവഴി ഇറാന്റെ സാമ്പത്തിക മേഖല സുശക്തമായി മുന്നോട്ട് പോകുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തോൽവിയാണ്. ഈ സാഹചര്യത്തിലാണ് യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ച് ഖർഗ് ദ്വീപ് മാത്രം ലക്ഷ്യം വെച്ചുള്ള സൈനിക നീക്കത്തിന് ട്രംപ് അനുമതി നൽകിയിരിക്കുന്നത്. USS ട്രിപ്പോളി, USS ബോക്സർ എന്നീ രണ്ട് കൂറ്റൻ കപ്പലുകളിലായി ഏകദേശം 5000 മറൈൻ സൈനികരാണ് പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുന്നത്. വെറുതെ ഒരു ബോംബിടുന്നതിനേക്കാൾ ഈ ദ്വീപ് നേരിട്ട് പിടിച്ചെടുക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇത് ആക്രമണം ശക്തമാക്കുമെന്ന് ഉറപ്പാണ്. എണ്ണക്കുഴലുകൾക്ക് കേടുപാട് വരുത്താതെ ദ്വീപ് പിടിച്ചെടുക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. മാർച്ച് 13 നടന്ന ആക്രമണത്തിൽ ദ്വീപിലെ സൈനിക താവളങ്ങൾ മാത്രം തകർക്കുകയും എണ്ണ പ്ലാന്റുകൾ ഒഴിവാക്കുകയും ചെയ്തത് തന്നെ ഇത് പിടിച്ചെടുക്കുക എന്നത് ലക്ഷ്യം വെച്ചാണ്. ഖർഗ് ദ്വീപ് ഇറാൻ തീരത്ത് നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇറാന് നേരിട്ടുള്ള സംരക്ഷണം ഏർപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ആക്രമണം കനക്കുമെന്ന് ഉറപ്പാണ്. തങ്ങൾക്ക് ലഭിക്കാത്ത എണ്ണ മറ്റാർക്കും വേണ്ട എന്ന നിലപാടിൽ ഇറാൻ സ്വന്തം ദ്വീപിന് നേരെ മിസൈൽ വിടാനും സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ലോക വിപണിയിൽ എണ്ണവില ബാരലിന് $200 മുകളിൽ പോകുമെന്ന് ഉറപ്പാണ്. അമേരിക്കൻ സൈന്യം ദ്വീപിൽ ഇറങ്ങിയാൽ ഇറാന്റെ തീരത്തു നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തടയുക എന്നത് വളരെ പ്രയാസകരമായിരിക്കുമെന്ന് ഉറപ്പാണ്. ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിച്ചുവെന്നാണ്. പക്ഷേ ട്രംപിന്റെ ഉദ്ദേശം ഇറാന്റെ സാമ്പത്തിക സ്രോതസ് കൈക്കലാക്കി അവരെ ചർച്ചയ്ക്ക് നിർബന്ധിപ്പിക്കുക എന്നതാണ്. ഇത് വിജയിച്ചാൽ ഹോർമുസ് കടലെടുക്ക് തുറന്നു കിട്ടുമെന്നും അതുവഴിയുള്ള വ്യാപാരം നിയന്ത്രിക്കാമെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട്. ഒരുപക്ഷേ ഈ നീക്കം പരാജയപ്പെടുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കും വലിയൊരു ലോക മഹായുദ്ധത്തിനും കാരണമായേക്കാമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 22 ദിവസം പിന്നിട്ട യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്നും പറയേണ്ടി വരും. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ സ്ഥിരാകേന്ദ്രമായ ഖർഗ് ദ്വീപ് ലക്ഷ്യമിട്ട് US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണമാണ് ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയത്. ശരാശരി 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ ബാരൽ എണ്ണയാണ് പ്രതിദിനം ഇവിടെ നിന്ന് കയറ്റിപ്പോകുന്നത്. 1.80 കോടി ബാരൽ കരുതൽ ശേഖരമായും സൂക്ഷിച്ചിട്ടുണ്ട്. ഖർഗിനേൽക്കുന്ന ഏതൊരു ആക്രമണവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയാണ് ആദ്യം ബാധിക്കുക എന്ന് നമുക്കറിയാം. പിന്നാലെ ആഗോള എണ്ണ വിപണിയെയും അത് അസ്ഥിരപ്പെടുത്തും. അവിടേക്ക് ട്രംപും നെതന്യാഹുവും നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇറാൻ US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നത്. സൗദി അറേബ്യ, ദുബായ്, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിൽ കനത്ത ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. ഇറാഖ് തീരങ്ങളിലെ എണ്ണ ടാങ്കറുകൾ വരെ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ അമേരിക്കയുടെ ഖർഗ് ദ്വീപ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസിലൂടെയുള്ള ചരക്കു ഗതാഗതം സമ്പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. US നാവികസേന സുരക്ഷാ അകമ്പടിയും വൻതുക ഇൻഷുറൻസും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടും ഇറാനെ മറുത്തുകൊണ്ട് സഞ്ചരിക്കാൻ കപ്പലുകൾ തയ്യാറാകുന്നില്ല. ആഗോള വിപണിയെ ഉലച്ച രൂക്ഷമായ എണ്ണ പ്രതിസന്ധിയാണ് അതിന്റെ അനന്തരഫലം എന്നിരിക്കെ ലോകരാജ്യങ്ങൾ ഒന്നാകെ വലിയ ഭീതിയിലേക്ക് വഴിമാറിയിട്ടുണ്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയുടെ നാളുകളിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. രണ്ടാഴ്ചക്കിടെ 40%-ലധികമാണ് വില വർദ്ധിച്ചത്. പല രാജ്യങ്ങളും റിസർവ് സ്റ്റോക്കുകളെ ആശ്രയിക്കുന്ന സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ LPG പ്രതിസന്ധിയും രൂക്ഷമായി കഴിഞ്ഞു. ഓഹരി വിപണികൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും മറികടക്കാനുള്ള വഴികൾ തേടുകയാണ് ലോകരാജ്യങ്ങൾ. അതേസമയം സകല കുറ്റങ്ങളുടെയും ചൂണ്ടുവിരൽ തന്നിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയ ട്രംപ് പുതിയ അടവും സ്വീകരിച്ചിട്ടുണ്ട്. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവരോട് സഹായം തേടിയെങ്കിലും ആരും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. ഇതോടെയാണ് ഖർഗ് ദ്വീപ് തന്നെ പിടിച്ചെടുക്കാനുള്ള നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.